നമസ്കാരം. ആന്ധ്രാപ്രദേശിലെ കർണൂൽ ജില്ലയിൽ സ്വന്തം പ്രണയബന്ധത്തെ എതിർത്ത 15-കാരനായ മകനെ അമ്മ കാമുകന്റെ സഹായത്തോടെ ക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകത്തിനു ശേഷം സംഭവം മൂടിവെക്കാൻ മകനെ കാണാനില്ലെന്ന് കാണിച്ച് ഇവർ പോലീസിൽ വ്യാജ പരാതിയും നൽകി. ആഴ്ചകൾ നീണ്ട ദുരൂഹതകൾക്കൊടുവിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് നാടിനെ നടുക്കിയ ഈ അമ്മച്ചതിയുടെ ചുരുളഴിച്ചത്. വീരേന്ദ്ര എന്ന 15 വയസ്സുള്ള കൗമാരക്കാരനാണ് സ്വന്തം അമ്മയുടെയും കാമുകന്റെയും ക്രൂരതയ്ക്കിരയായത്. കുട്ടിയുടെ അമ്മയായ ഗംഗമ്മയ്ക്ക് ദർഗപ്പ എന്നയാളുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. വീരേന്ദ്ര ഇത് പലതവണ ചോദ്യം ചെയ്യുകയും ബന്ധുക്കൾക്കും ഗ്രാമവാസികൾക്കും മുന്നിൽ ഈ വിവരം തുറന്നു പറയുകയും ചെയ്തു. ഇതേ ചൊല്ലി വീട്ടിൽ നിരന്തരം വഴക്കുകൾ നടന്നിരുന്നു. തങ്ങളുടെ ബന്ധത്തിന് മകൻ തടസ്സമാകുമെന്ന ഭയത്താലും രഹസ്യ വിവരം പുറത്തറിഞ്ഞതിലുള്ള നാണക്കേട് കാരണവും ഇവർ കുട്ടിയെ വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു. കൊലപ്പെടുത്തിയ ശേഷം കുട്ടിയുടെ മൃതദേഹം ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ളൊരു ശ്മശാനത്തിൽ ഇവർ രഹസ്യമായി കുഴിച്ചുമൂടി. അന്വേഷണം പൂർണ്ണമായും വഴിതിരിച്ചുവിടാൻ പ്രതിയായ ഗംഗമ്മ തന്നെയാണ് മകനെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയത്. മകനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ നാട്ടുകാർക്കൊപ്പം പങ്കാളിയാവുകയും ചെയ്തു. ഇത്രയും ചെയ്ത് നിർത്താതെ പോലീസ് അന്വേഷണം വൈകുന്നു എന്ന് ആരോപിച്ച് മകനെ കണ്ടെത്താൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹേബിയസ് കോർപ്പസ് ഹർജി നൽകുകയും ചെയ്തു. കോടതി ഇടപെടലിനെ തുടർന്ന് കേസ് വേഗത്തിലാക്കാൻ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പ്രത്യേക അന്വേഷണ സംഘം ഗംഗമ്മയെയും കാമുകൻ ദർഗപ്പയെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലും ഇവരുടെ ഫോൺ കോൾ റെക്കോർഡുകളും സാക്ഷിമൊഴികളും വിശദമായി പരിശോധിച്ചതിലൂടെയും പോലീസിന് ഗംഗമ്മയ്ക്കും കാമുകനുമെതിരെ ശക്തമായ തെളിവുകൾ ലഭിച്ചു. ഇതോടെ ഇവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കി. തുടർന്ന് നടത്തിയ കടുത്ത ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാവാതെ പ്രതികൾ കുറ്റം സമ്മതിക്കുകയും മൃതദേഹം കുഴിച്ചുമൂടിയ സ്ഥലം പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ജൂൺ 1 റവന്യൂ ഉദ്യോഗസ്ഥരുടെയും മെഡിക്കൽ സംഘത്തിന്റെയും സാന്നിധ്യത്തിൽ ശക്തമായ സുരക്ഷയോടെ വീരേന്ദ്രയുടെ മൃതദേഹം ശ്മശാനത്തിൽ നിന്നും പുറത്തെടുത്തു. മൃതദേഹ അവശിഷ്ടങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. കേസിൽ കാമുകനായ ദർഗപ്പയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. പെറ്റമ്മയും കാമുകനും ചേർന്ന് കൗമാരക്കാരനായ മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഈ സംഭവം അതിരൂക്ഷമായ ധാർമ്മിക അധഃപതനത്തിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ്. സമാനമായ കൊലപാതകം നെടുമങ്ങാട് തിരുവനന്തപുരത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു. 1.5 വയസ്സുകാരനെയാണ് രണ്ടാനച്ഛൻ ക്രൂരമായ കൊലപാതകത്തിനിരയാക്കിയത്. സമാനമായ രീതിയിൽ അമ്മയും മകനും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തെ പോലും സ്വന്തം താല്പര്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടി ബലികഴിക്കാൻ മടിക്കാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് പ്രതികൾ പോയതെന്ന് കർണാടകയിലെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തെറ്റ് ചൂണ്ടിക്കാണിച്ച സ്വന്തം ചോരയെ ഇല്ലാതാക്കാൻ കാണിച്ച ക്രൂരത സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും മാനുഷിക മൂല്യങ്ങളുടെ ചോർച്ചയുമാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നിയമവ്യവസ്ഥയും പോലീസിനെയും പൂർണ്ണമായി വഞ്ചിക്കാമെന്ന പ്രതികൾ അമിത ആത്മവിശ്വാസത്തിനാണ് ഇവിടെ തിരിച്ചടിയേറ്റത്. മകനെ കാണാനില്ലെന്ന് വ്യാജ പരാതി നൽകി ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി വരെ ഫയൽ ചെയ്ത് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ഗംഗമ്മ നടത്തിയ കുടിലബുദ്ധി ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്.